ആത്മീയ ഭോജ്യത്തിൽ നാം ഇന്ന് വിചിന്തനം ചെയ്യുന്നത് ദൈവത്തെ അനുസരിക്കാത്തവർക്ക് ദൈവം അനുസരിക്കുന്ന ഒരനുഭവം ഉണ്ടാകണമെന്നില്ല. തന്നെ അനുസരിക്കാത്തവരെ അനുസരിക്കാനുള്ളൊരു കടമ ദൈവത്തിനില്ല. ഇത് കർത്താവിൻ്റെ വചനം നമ്മെ പഠിപ്പിക്കുന്ന ഒരു കാര്യമാണ്. സംഭവം ഞാൻ ഓർക്കുന്ന ഒരാൾക്ക് ബിസിനസ്സായിരുന്നു, കുറേ ബാധ്യതകൾ വന്നു, അവൻ്റെ തന്നെ അശ്രദ്ധ കൊണ്ട്. അങ്ങനെ കടബാധ്യതകളും പ്രശ്നങ്ങളും എല്ലാം വന്നു കഴിഞ്ഞപ്പോൾ അവൻ്റെ സഹോദരങ്ങൾ ഇത് മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ അവർ സഹായിക്കാൻ മുമ്പോട്ട് വന്നു. പക്ഷെ അവരൊരു കണ്ടീഷൻ വെച്ചു. ആർക്കെല്ലാം കൊടുക്കാനുണ്ട്, എവിടെ നിന്നെല്ലാം കിട്ടാനുണ്ട്, എത്രമാത്രം ബാധ്യതയുണ്ട്, ബാങ്കിൻ്റെ ഇത് ട്രാൻസാക്ഷൻ ഹിസ്റ്ററി, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നീ റെഡിയാക്കി തരണം, നോക്കിയിട്ട് ഇയാൾ സഹായിക്കാം. അവൻ പറഞ്ഞു, സ്വന്തം സഹോദരനെ സ്നേഹിക്കുന്ന ഇതെല്ലാം നോക്കിയിട്ടാണ് സഹായിക്കേണ്ടത്. അതുകൊണ്ട് നിങ്ങൾക്ക് അതൊന്നും ഇല്ലാതെ ചെയ്യാൻ മനസ്സുണ്ടെങ്കിൽ ചെയ്താൽ മതി. ഇവർ ഈ പറഞ്ഞ കാര്യങ്ങൾ അനുസരിക്കാതിരുന്നത് കൊണ്ട് അവരുടെ ഓഫർ പിൻവലിച്ചു. അവർക്ക് പിന്നെ അങ്ങനെ സഹായിക്കണം എന്ന് തോന്നിയില്ല. കാരണം ന്യായമായ ചില കാര്യങ്ങൾ പറഞ്ഞപ്പോൾ അത് അനുസരിക്കാൻ തയ്യാറല്ലെങ്കിൽ പിന്നെ ഞങ്ങളെന്തിനു സഹായിക്കണം? അതാണ് അവർ പറഞ്ഞത്. ഇതുപോലെ ദൈവവചനം നമ്മെ പഠിപ്പിക്കുന്ന ചില കാര്യങ്ങളുണ്ട്. അത് നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്നത് വളരെ നല്ലതാണ്. ഒന്നാമത്തെ കാര്യം, ദൈവത്തെ നാം കേട്ടാൽ ദൈവം നമ്മയും കേൾക്കും. നമ്മളൊക്കെ പ്രാർത്ഥിക്കുമ്പോൾ, നിലവിളിക്കുമ്പോൾ ദൈവം നമ്മെ കേൾക്കണം എന്നുള്ളത് നമ്മുടെയൊക്കെ ആഗ്രഹമാണ്. ആ നിലവിളിക്ക് എത്രയും വേഗം ഉത്തരം കിട്ടണം. കർത്താവിൻ്റെ വചനം പഠിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്. ദൈവം വിളിക്കുമ്പോൾ, ആ വിളി കേൾക്കുന്നവർ ദൈവത്തെ വിളിക്കുമ്പോൾ ദൈവം കേൾക്കും. സക്കറിയയുടെ പുസ്തകം 7-ാം അധ്യായം 13-ാമത്തെ വചനം ഇക്കാര്യം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. സക്കറിയ 7:13 വചനം. കർത്താവ് അരുൾ ചെയ്യുന്നു, ഞാൻ വിളിച്ചപ്പോൾ അവർ കേട്ടില്ല. ഇസ്രായേൽ ജനത്തെക്കുറിച്ച് കർത്താവ് പറയാണ്, ഞാൻ അവരെ വിളിച്ചു, പക്ഷെ അവർ വിളി കേട്ടില്ല. അതുകൊണ്ട് അവർ വിളിക്കുമ്പോൾ ഞാനും കേൾക്കുകയില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ദൈവം നമ്മെ വിളിക്കുമ്പോൾ നാം കേൾക്കുന്നില്ലെങ്കിൽ പിന്നെ നാം വിളിക്കുമ്പോൾ നമ്മെ കേൾക്കാനുള്ളൊരു കടമ ദൈവത്തിനില്ല, ഒരു ബാധ്യതയില്ല. പക്ഷേ ദൈവം വിളിക്കുമ്പോൾ കേൾക്കുന്നവർ ദൈവത്തെ വിളിച്ചാൽ ദൈവം കേട്ടിരിക്കും. അതാണ് വചനം നമ്മെ പഠിപ്പിക്കുക. നിയമാവർത്തനം 6-ാം അധ്യായത്തിൻ്റെ 4-ാമത്തെ വചനം, ഇസ്രായേലെ കേൾക്കുക. അങ്ങനെ ഇസ്രായേൽ ജനത്തെ വിളിച്ച് സംസാരിക്കുന്ന ദൈവത്തെ കാണാൻ പറ്റും. അവരെ ദൈവത്തെ കേട്ട കാലത്ത് അവരുടെ നിലവിളിയും അവരുടെ പ്രാർത്ഥനകളും ദൈവം കേട്ടു. 4-ാം അധ്യായം 36-ാമത്തെ വചനം വായിച്ചാൽ, ഇസ്രായേലിനെ പഠിപ്പിക്കാൻ ആകാശത്ത് നിന്നൊരു സ്വരമുണ്ടായി. സ്വർഗത്തിൽ നിന്ന് വന്ന സ്വരം, ദൈവത്തിൻ്റെ സ്വരം, അത് ഇസ്രായേലിനെ പഠിപ്പിച്ചു. അവരെ പഠിച്ചു മുന്നോട്ട് പോകുന്നതിനെക്കുറിച്ച് കാണാൻ പറ്റും. 8-ാം അധ്യായം 19-ാമത്തെ വചനം, ഇതെല്ലാം നിയമാവർത്തന പുസ്തകത്തിലാണ്. ഈ സ്വരം നിരസിച്ചാൽ നീ നശിക്കും എന്നുള്ളത് കർത്താവ് കൊടുത്തൊരു മുന്നറിയിപ്പാണ്. ദൈവം വിളിക്കുമ്പോൾ ആ വിളി കേൾക്കാതിരുന്നാൽ, ദൈവം സംസാരിക്കുമ്പോൾ ആ സ്വരം കേൾക്കാതിരുന്നാൽ നീ നശിക്കും എന്നുള്ളത് കർത്താവ് വചനത്തിൽ നമ്മെ ഓർമ്മിപ്പിക്കുക. രണ്ടാമതായിട്ട് നമ്മൾ ചിന്തിക്കുന്നത്, ദൈവത്തെ അനുസരിക്കുന്നവരെ ദൈവം അനുസരിക്കും എന്നുള്ളതിന് തെളിവുകളുണ്ട് ബൈബിളിൽ. ദൈവത്തെ നമ്മൾ അനുസരിച്ചാൽ ദൈവം നമ്മെ അനുസരിക്കും. പുറപ്പാട് പുസ്തകത്തിൽ നമ്മൾ കാണുന്നുണ്ട് 7-ാം അധ്യായത്തിൻ്റെ 6-ാമത്തെ വചനം, ദൈവം കൽപ്പിച്ചത് മോശ അതുപോലെ അനുസരിച്ചു. ദൈവം പറഞ്ഞ അനുസരിച്ച് പ്രവർത്തിച്ചു. 8:13 വരുമ്പോഴോ, പുറപ്പാട് 8:13, മോശ പറഞ്ഞതനുസരിച്ച് ദൈവം പ്രവർത്തിക്കുന്നു. മോശ ഒരു കാര്യം ആവശ്യപ്പെട്ടാൽ അതനുസരിച്ച് പ്രവർത്തിക്കുന്ന ദൈവത്തെ കാണാൻ പറ്റും. കാരണം ദൈവം പറഞ്ഞത് മോശ അനുസരിച്ചു. അതുകൊണ്ട് മോശ പറഞ്ഞത് ദൈവം അനുസരിക്കുന്നതായിട്ട് ഈ വചനഭാഗത്ത് നമ്മൾ കാണുന്നുണ്ട്. 1 രാജാക്കന്മാർ 11-ാം അധ്യായം 9-10 വചനങ്ങൾ എടുക്കുമ്പോൾ അവിടെയും നമ്മൾ കാണുന്നുണ്ട്, ദൈവം ആജ്ഞാപിച്ച ചില കാര്യങ്ങൾ. നീ അന്യദൈവാരാധനയ്ക്ക് പോകരുത്, നിനക്കതിനുള്ള പ്രലോഭനം ഉണ്ടാവും, പലരും നിന്നെ അതിന് പ്രേരിപ്പിക്കും, നിർബന്ധിക്കും, പക്ഷേ പോകരുത്, പോയാൽ നീ നശിക്കും. 2 പ്രാവശ്യം സോളമന് ദൈവം പ്രത്യക്ഷപ്പെട്ട് കൊടുത്ത ഒരു നിർദ്ദേശമാണ്. പക്ഷെ അവനത് ലംഘിച്ചു. അതിൻ്റെ ഫലമായിട്ട് സംഭവിച്ചു, അവൻ്റെ രാജ്യം പോലും വിഭജിക്കപ്പെടുന്നതിനെക്കുറിച്ച് നമ്മൾ ഈ അധ്യായം വായിക്കുമ്പോൾ, തുടർന്ന് ഈ 1 രാജാക്കന്മാർ 11-ാം അധ്യായം മുമ്പോട്ട് വായിക്കുമ്പോഴെല്ലാം അവിടെ നമുക്ക് കാണാൻ പറ്റുന്ന ഒരു കാര്യമാണ്. യോനായുടെ പുസ്തകം 1-ാം അധ്യായം ആദ്യ വചനങ്ങൾ വായിച്ചാലോ, യോനായോട് നിനേവയിലേക്ക് പോവുക എന്ന് ദൈവം ആവശ്യപ്പെട്ടു. പക്ഷെ അവൻ പോയത് അങ്ങോട്ടാണ്, യോപ്പായിലേക്ക്. അവൻ കപ്പൽ കയറിയത് താർശീസിലേക്ക് പോകാനാണ്. ഇനി അങ്ങനെ ഒരു അനുസരണക്കേട് കാണിച്ചപ്പോൾ എന്താ സംഭവിച്ചത്? അവൻ കയറിയ കപ്പലിൽ സ്വസ്ഥതയുണ്ടായോ? ഇല്ല. തിമിംഗലം അവനെ വിഴുങ്ങിയിട്ട് ആ തിമിംഗലത്തിന് സ്വസ്ഥതയുണ്ടായോ? അനുസരണക്കേട് കാണിച്ചവൻ എവിടെയെല്ലാം ചെന്നോ അവിടെയെല്ലാം പ്രശ്നങ്ങളുണ്ടായി എന്നുള്ളത് ഈ ഒരു യോനായുടെ പുസ്തകത്തിൽ നമ്മൾ പഠിക്കുന്ന ഒരു കാര്യമാണ്. ലൂക്കാ 18 നമ്മൾ കാണുന്നുണ്ട്, ഒരു ധനികനായ ഒരു വ്യക്തി. അവന് ചെറുപ്പം മുതലേ കൽപ്പനകളൊക്കെ പാലിച്ച വ്യക്തിയാണ്. പക്ഷേ സ്മാർട്ടായിട്ട് അവൻ വർത്താനമൊക്കെ പറഞ്ഞ് ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങളൊക്കെ ചെയ്തെങ്കിലും യേശു പറഞ്ഞത് അവന് ചെയ്യാൻ പറ്റിയില്ല. യേശു പറഞ്ഞൊരു കാര്യം, നിനക്കുള്ളതെല്ലാം വിറ്റ് ദരിദ്രർക്ക് കൊടുത്തിട്ട് എന്നെ അനുഗമിച്ചാൽ നിനക്ക് സ്വർഗത്തിൽ വലിയ നിക്ഷേപം ഉണ്ടാവും. ഈ പറഞ്ഞൊക്കെ ശരിയാണ്, അത് നുണയാണെന്ന് കർത്താവ് പറഞ്ഞില്ല.
പക്ഷേ നിനക്കിനിയും ഒരു കുറവുണ്ട്. ആ കുറവ് പരിഹരിക്കാൻ നിനക്കുള്ളതെല്ലാം വിറ്റ് ദരിദ്രർക്ക് കൊടുത്തിട്ട് എന്നെ അനുഗമിക്കുക, അപ്പോൾ നിനക്ക് സ്വർഗീയ നിക്ഷേപം ഉണ്ടാവും. അവനത് ചെയ്യാൻ പറ്റുമോ? ഇല്ല. അവൻ അനുസരണക്കേട് കാണിച്ചപ്പോൾ അതിൻ്റെ ഫലമായി സംഭവിച്ചത് ഈ വെൻ്റ് അവേ സാഡ്, നിരാശനായി മടങ്ങി. അവൻ്റെ ശിഷ്ടകാലം അവന് സന്തോഷിച്ച് കാണണമെന്നില്ല. അതുകൊണ്ട് ഈ അനുസരണക്കേടിന് എന്താ സംഭവിക്കുന്നത് എന്നത് ഈ വചനഭാഗങ്ങളെല്ലാം നമ്മെ ഓർമ്മിപ്പിക്കുന്ന ഒരു കാര്യമാണ്. മറ്റൊരു കാര്യം മൂന്നാമതായിട്ട് നമ്മൾ ചിന്തിക്കുന്നത്, അനുസരണത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് അത് സ്വർഗത്തിലേക്കുള്ള കുറുക്കു വഴിയാണ്. ഇത് പറഞ്ഞത് വിശുദ്ധ ഫിലിപ്പ് നേരി. ഒബീഡിയൻസ് ഈസ് ദ ഷോർട്ട് കട്ട് ടു ഹെവൻ. സ്വർഗത്തിലേക്ക് പോകാനുള്ള കുറുക്കു വഴിയായിട്ട് അനുസരണത്തെ നമുക്ക് കാണാൻ പറ്റും. സമർപ്പണ ജീവിതക്കാർ വ്രതങ്ങൾ എടുക്കുന്നുണ്ട്. ബ്രഹ്മചര്യം, ദാരിദ്ര്യം, അനുസരണം. ഏറ്റവും ടഫായിട്ടുള്ള ബുദ്ധിമുട്ടുള്ള ഒരു വ്രതം അനുസരിക്കുക എന്നുള്ളതാണ്. പക്ഷെ അതിന് തയ്യാറാകുമ്പോൾ സ്വർഗത്തിലേക്കുള്ള ഒരു കുറുക്കു വഴിയായിട്ട് അത് മാറും എന്നുള്ളത് നാം മനസ്സിലാക്കണം. മറ്റൊരു കാര്യം വചനം കൃത്യമായിട്ട് നമ്മെ ഓർമ്മിപ്പിക്കുന്നതാണ്, അനുസരണം ബലിയേക്കാൾ ശ്രേഷ്ഠമാണ്. 1 സാമുവേൽ 15:22 വചനം നമ്മെ പഠിപ്പിക്കുന്നത് അതാണ്, അനുസരണം ബലിയേക്കാൾ ശ്രേഷ്ഠം. ബലിയല്ല, കരുണയാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എന്നത് കർത്താവിൻ്റെ വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. ഹോസിയ 6-ാം വചനം, മത്തായി 9:13 വചനം, മത്തായി 12:7 വചനം. ഇവിടെയെല്ലാം ബലിയേക്കാൾ ഞാൻ ആഗ്രഹിക്കുന്നത് കരുണയാണ്, അനുസരണമാണ് എന്നുള്ളത് കർത്താവ് നമ്മെ ഓർമ്മിപ്പിക്കുക. 3 തരത്തിലുള്ള അനുസരണത്തെക്കുറിച്ച് ചിന്തിക്കാൻ പറ്റും. ഒന്ന്, അന്ധമായ അനുസരണം. പരിശുദ്ധ കന്യാമറിയത്തെ അലങ്കരിച്ച സ്വർഗീയ പുണ്യങ്ങളിൽ ഒന്നാണ് അന്ധമായ അനുസരണം. രണ്ടാമത്തേത് റാഡിക്കൽ ഒബീഡിയൻസ്, ആത്യന്തികമായിട്ടുള്ള അനുസരണം, റാഡിക്കൽ ഒബീഡിയൻസ്. ഉൽപ്പത്തി 22 നമ്മൾ കാണുന്നുണ്ട്, അബ്രാഹാം ചെയ്തതാണ്. വയസ്സാം കാലത്ത് തനിക്കുണ്ടായ കൊച്ചിനെ കണ്ട് കൊതി തീരുന്നതിന് മുമ്പ് കൊണ്ടുപോയി ബലിയടിക്കാൻ പറഞ്ഞപ്പോൾ അതിന് തയ്യാറായി മുമ്പോട്ട് പോകുന്ന അബ്രാഹത്തെ നമുക്ക് കാണാൻ പറ്റും. മൂന്നാമത്തേതാണ് പെർഫെക്റ്റ് ഒബീഡിയൻസ്. യേശു നടത്തി എന്നുള്ളത് ഫിലിപ്പിയർ 2:8 നമ്മൾ കാണുന്നുണ്ട്. പൂർണ്ണമായ അനുസരണം, കുരിശു മരണത്തോളം അനുസരണമുള്ളവനായി. അതുകൊണ്ട് അവനെ പിതാവ് വലിയ സ്ഥാനത്തേക്ക് തൻ്റെ വലതുഭാഗത്തേക്ക് ഉയർത്തുന്നതിനെക്കുറിച്ച് നമ്മൾ കാണുന്നുണ്ട്. ഇവിടെ ഈ അനുസരണം കൈമുതലാക്കി സ്വർഗം സ്വന്തമാക്കാനുള്ള ആ കൃപയ്ക്കായി നമുക്ക് പ്രതിഷ്ഠാ ജപത്തിൽ പങ്കുചേർന്ന് പ്രാർത്ഥിക്കാം. അനുസരണക്കേട് സ്വഭാവത്തിൻ്റെ ഭാഗമായി മാറിയിരിക്കുന്ന വ്യക്തികളുണ്ട്. അവരുടെ മാനസാന്തരത്തിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഇന്നിൻ്റെ എല്ലാ പ്രാർത്ഥനാ നിയോഗങ്ങളും നിശബ്ദതയിൽ ദൈവകരങ്ങളിൽ ഏൽപ്പിക്കാം. കർത്താവ് നമ്മുടെ എല്ലാ ആവശ്യങ്ങളും നിറവേറ്റി നമ്മെ അനുഗ്രഹിക്കും എന്നുള്ള ആ ഒരു ശുഭാപ്തി വിശ്വാസത്തോടെ ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് ദിവ്യകാരുണ്യത്തിൻ്റെ ആശീർവാദം നമുക്ക് സ്വീകരിക്കാം. യേശുവേ നന്ദി, ഹല്ലേലൂയ. കർത്താവേ, ഞങ്ങളുടെ എല്ലാ പ്രാർത്ഥനാ നിയോഗങ്ങളും അവിടുന്ന് സ്വീകരിക്കണമേ. ഞങ്ങൾക്ക് നന്മയാകുന്നത് നൽകി അനുഗ്രഹിക്കുവാൻ തിരുവുള്ളമാകണമേ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. മറ്റൊരു എപ്പിസോഡുമായി നാളെ വീണ്ടും നമുക്ക് ഒന്നിക്കാം. ദൈവം നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.